കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം തിരച്ചിൽ ഇന്നത്തേത് നിർത്തിവച്ചിരിക്കുകയാണ്. പല സെക്ടറുകളായി തിരിഞ്ഞിട്ടുള്ള തിരച്ചിൽ ഉണ്ടായിരുന്നു. പുഴയുടെ അടിവാരത്തൊപ്പം തന്നെ കാട്ടിനുള്ളിലും ഒക്കെ തിരച്ചിൽ, വനത്തിനുള്ളിലൊക്കെ തിരച്ചിൽ നടന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ച് നാളെ രാവിലെ മുതൽക്ക് തന്നെ എല്ലാവിധ സന്നാഹങ്ങളോടെയും തിരച്ചിൽ ഈ ഒരു 5-ാം ദിവസമാണ് നാളെ. നമുക്കറിയാം വിശ്രമം അറിയാതെ സ്വന്തം സുരക്ഷയെ പോലും വകവെക്കാതെയുള്ള തിരച്ചിലാണ് അവിടെ നടക്കുന്നത്. ഈ രക്ഷാപ്രവർത്തകർ, സൈന്യത്തിന്റെ വിവിധ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ, മാത്രമല്ല പ്രദേശവാസികൾ, ഒപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരും സേവാഭാരതി ഉൾപ്പെടെയുള്ളവരും നടത്തുന്നത് എന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഒരു റഡാറിൽ ഒരു ശ്വാസത്തിന് സിഗ്നൽ ലഭിച്ച സാഹചര്യത്തിൽ ആ ഒരു പരിശോധന തന്നെ ഒരു ചെറിയ പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ചതിൻ്റെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് എത്രയും സമയമാണ് കൊണ്ടുപോയതെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ജീവനോടെ വീണ്ടെടുക്കുക എന്നുള്ളൊരു പ്രത്യാശ, ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആ ഒരു പരിശ്രമം ഇനിയും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ 4-ാം ദിവസം ഇരുട്ടിയപ്പോഴും അല്പം മുൻപ് മാത്രമാണ് ആ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചത്. നാളെ 5-ാം ദിവസമാണ് തിരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നു. മാത്രമല്ല മൃതശരീരങ്ങൾ കിട്ടുന്നുണ്ട്. ഏതാണ്ട് 200-ൽ അധികം പേരെ കാണാതായിട്ടുണ്ട്. ഈ കിട്ടുന്ന ശരീരഭാഗങ്ങൾ, അതിന് DNA സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കാണാതായവരിൽ ഈ കിട്ടിയ മൃതദേഹങ്ങൾ കൂടാതെ തന്നെ ശരീരഭാഗങ്ങളുണ്ടല്ലോ, അങ്ങനെ കൂടി ഒരു കണക്കെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു DNA പരിശോധനയെല്ലാം നടത്തും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരുപക്ഷെ ഉറ്റവരും ഉടയവരും ഇല്ലാതെ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ മറ്റെല്ലാ കാണാതെ പോയവരായിരിക്കും ബാക്കിയുള്ളവരെല്ലാവരും ഒരു മൃതശരീരം ലഭിക്കുള്ളൂ. അത് സേവാഭാരതിയുടെ ആ ഒരു സംസ്കാര കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു. ഒരു 2-ാം വർഷ ബികോമിന് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയുടെ കുടുംബത്തിലെ മറ്റുള്ളവരെ ആരെയും കാണാനില്ല എന്നുള്ളത്. അങ്ങനെ ഉറ്റവരും ഉടയവരുമായി തീർന്ന ഈ സേവാഭാരതിയുടെ ശ്മശാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരാണ് അത്തരത്തിൽ ദഹിപ്പിക്കുന്ന പ്രക്രിയകളുണ്ട്. അങ്ങനെ ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും മാത്രമല്ല, ഈ ലഭിച്ച മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പോ തന്നെ സംസ്കാര ചടങ്ങുകളിലൂടെ എല്ലാം വയനാട് ആ ഒരു 2 ഗ്രാമങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നാളെയും അത് ആരംഭിക്കും. എന്തായാലും ഈ പറഞ്ഞതുപോലെയാണ്, ഈ ഒരു ദുഃഖത്തിനെല്ലാം ഇടയിലും ജീവന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ, ശ്വാസത്തിന്റെ തുടുപ്പെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നും ഒപ്പം തന്നെ ഈ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്താനാകുമോ എന്നുള്ള ശ്രമം വീണ്ടും നാളെയും തുടരും എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ്. അതൊരു ഈ നാടിന്റെ ആവശ്യമായി തന്നെ അത് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു 4-5 മണിക്കൂറുകളായി നമ്മൾ എത്രത്തോളം വലിയ ഒരു പ്രതീക്ഷയിലായിരുന്നു. എന്നാലും ശാസ്ത്രീയമായ പരിശോധനയിൽ ആ മണ്ണിനടിയിൽ നിന്നും ജീവന്റെ ഒരു കണിക, അല്ലെങ്കിൽ ജീവന്റെ ഒരു ചെറു തുടുപ്പ് ഉണ്ടായി എന്നുള്ള ഒരു വലിയ ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നു. അതിനുശേഷം സൈന്യവും അതോടൊപ്പം തന്നെ NDRFും എല്ലാം തന്നെ, അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ കൈയും മെയ്യും മറന്നുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചു. പ്രതികൂലമായ കാലാവസ്ഥയാണ്, ഇരുട്ട് വീണു, ഒരു ദുരന്ത ഭൂമിയാണ്, വീണ്ടും മണ്ണിടിയാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെയാണ് ഒരു ജീവന്റെ തുടിപ്പിന് വേണ്ടി നമ്മൾ കാത്തിരുന്നത്. ആ ഒരു മണിക്കൂറുകളോളം രാത്രി ഏറെ വൈകി നടത്തിയ ഒരു തിരച്ചിൽ. പക്ഷെ ആ തിരച്ചിൽ വിഫലമായി എങ്കിൽ പോലും അത്രത്തോളം പ്രാധാന്യമാണ് ഈ ദുരന്ത ഭൂമിയിൽ ഒരു ആളെയെങ്കിലും തിരിച്ച് ജീവിതത്തിലേക്ക് ജീവനോടെ തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമം. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെയാണ്, അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. രശ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ രാത്രിയെന്നോ പകലെന്നോ ഇല്ല, മഴയെന്നോ വെയിലെന്നോ ഇല്ല, ഏതു കാലാവസ്ഥയിലും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും അത് മെയ്ക്കരുത്തുകൊണ്ടും കൈക്കരുത്തുകൊണ്ടും മനക്കരുത്തുകൊണ്ടും എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച തന്നെ ഇവിടെ നിന്നും കാണാൻ കഴിയും. എന്തായാലും കണ്ണു നിറയാതെ ഒരാൾക്കും ഇവിടേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു വിലാപങ്ങളുടെ, കണ്ണീരിന്റെ ഒരുപാട് കഥകൾ പറയുന്ന ഒരുപാട് മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്നും നമുക്ക് കാണാനാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വലിയ പ്രയാസം നിറഞ്ഞ ഒരു പ്രദേശമായി, ഒരു ദുരന്ത മുഖമായി തന്നെ ഇവിടെ മാറിയിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ദുരന്തമായി ഇത് മാറാനുള്ള ഒരു കാരണം കൂടി. ഉറ്റവരെ നഷ്ടപ്പെട്ട ഓരോ ആടുകളും ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് അവർ തിരിച്ചു വരുമോ എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഇനിയും 150-ലേറെ ആളുകളെ കാണാനുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗിക വിവരം. ഇവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം, ആ ഒരു വിഷമം, അതൊക്കെ തന്നെ ഈ ഒരു പ്രദേശം ഒന്നാകെ അങ്ങനെ ഒരു ദുരന്ത മുഖമായി തന്നെ മാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഈ പ്രദേശത്തിനൊന്നാകെ, കേരളത്തിനൊന്നാകെ ഈ വലിയ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നു. ഓരോ
മണിക്കൂറുകളിൽ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് 5 ദിവസം ആകുമ്പോഴും ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തമായി തന്നെ ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് ആളുകളെ കണ്ടെത്താനുണ്ട്. എന്തായാലും നാളെയും ഈ പരിശോധന തുടരും. ബെയിലി പാലത്തിലൂടെ വലിയ വാഹനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന മുണ്ടക്കൈ മേഖലകളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ദുരന്തത്തിന്റെ ആഘാതമുണ്ടായ എല്ലാ മേഖലകളിലും സൈന്യം വിവിധ മേഖലകളായി തിരിഞ്ഞുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇവിടെ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും അതിജീവനം എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഈ ജീവന്റെ ഒരു കണികയെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പുറത്തെടുത്തിരിക്കുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് സൈന്യം നൽകുന്നുണ്ട്. ആ ഒരു തിരച്ചിൽ തന്നെയാണ് എല്ലാ തരത്തിലും എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ തിരച്ചിൽ ഇവിടെ നടക്കുകയാണ്. എന്തായാലും കേരളം കണ്ട സമാനതകളില്ലാത്ത ഒരു ദുരന്തം കേരളത്തിന്റെ കണ്ണീരായി മാറുകയാണ് വയനാട്. ആ വലിയ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അതിജീവനം എന്നതാണ്. നമുക്കറിയാം ഈ പ്രദേശം ഒന്നാകെ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു പ്രദേശമാണ്. ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഗ്രാമത്തിന്റെ എല്ലാ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു നാട് കൂടിയാണ്. ആ നാട് ഇന്നൊരു ദുരന്ത ഭൂമിയായി, അല്ലെങ്കിൽ ചെടിയും മണ്ണും കല്ലുമെല്ലാം അടിഞ്ഞ ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്. കണ്ണു നിറയാതെ ഇവിടെയുള്ള ഒരു കാഴ്ചകളും കാണാൻ കഴിയില്ല. ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും മറ്റ് സ്ഥലവും എല്ലാം തന്നെ നഷ്ടമായിരിക്കുന്ന ഒരുപാട് ആളുകൾ, അതോടൊപ്പം തന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച ഉറ്റവരെ ഈ ഒരു കുത്തൊഴുക്കിൽ മലവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടലിൽ നഷ്ടമായ ഒരുപാട് ആളുകൾ, അങ്ങനെ വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറമുള്ള ഒരു ദുരന്ത മുഖമായി ഇത് മാറിയിരിക്കുന്നു. അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് ഇവിടെയുള്ള എല്ലാവരെയും മാറ്റിയിരിക്കുന്നത്. അതിലും വലിയൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ്. പകർച്ചവ്യാധികൾ ഒരു വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി, വിലങ്ങുതടിയായി മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ ഇത് കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളെ തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ ആദ്യ ദിവസങ്ങളിലെല്ലാം ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്, അതായത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പ് എന്നത് മേപ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ 500-ലധികം ആളുകളെയാണ് പാർപ്പിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു ആളുകളെ കൂടുതലായി ഇവിടെ പാർപ്പിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച്, ആരോഗ്യ പ്രതിസന്ധികളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ക്യാമ്പുകളിലേക്ക് ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ അതിജീവനം എന്നാണ്. എത്ര നാൾ ഇങ്ങനെ ക്യാമ്പിൽ കഴിയേണ്ടി വരും? ഉള്ള സമ്പാദ്യമെല്ലാം ഈ മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ എടുത്തുകൊണ്ടുപോയി ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അത് തന്നെയാണ്. കാരണം അതിജീവനം അത് വേണ്ടതാണ്. നമുക്കറിയാം ഒരു കുടുംബത്തിലെ 4 പേരെ ഇന്ന് രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളവർ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരു ആയുസ് മുഴുവൻ കരുതി വെച്ച സമ്പാദ്യവും കിടപ്പാടം ഉൾപ്പെടെ പോകുമ്പോഴും ഉറ്റവരെ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത്, ഉറ്റവർ ഒരുമിച്ച് ഒരുപക്ഷെ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണല്ലേ. അങ്ങനെയുള്ളവരുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ നൂറുകണക്കിന് കുടുംബങ്ങളില്ലാതായി ആരോരും ഇല്ലാതായവരുമുണ്ട് രക്ഷപ്പെട്ടവരിൽ. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എത്രയോ കുഞ്ഞുങ്ങളെ കേരളത്തിന് കണ്ണുനീരായി കുഞ്ഞുങ്ങളെ കാണാൻ ഇല്ലാത്ത ഉള്ള ആ ഒരു സാഹചര്യവുമുണ്ട്. രക്ഷപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരുടെ തുടർ വിദ്യാഭ്യാസം തീർച്ചയായും നമ്മുടെ മുന്നിലുണ്ട്. അത് സമാന്തരമായിക്കൊണ്ട് തന്നെ അധികം താമസിക്കാതെ ഈ അതിജീവനത്തിലേക്ക് മടങ്ങേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ സേവ ഇന്റർനാഷണൽ, ദേശീയ സേവാഭാരതി കേരളവുമായിട്ടൊക്കെ സഹകരിച്ച് ഈ ദുരിതബാധിതരായ കുടുംബങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പ്രയത്നം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ വൈദ്യസഹായം, ഭക്ഷണം പോലുള്ള അടിയന്തര കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു നാടിൻ്റെ പ്രതീക്ഷയെ വീണ്ടെടുക്കാൻ നമുക്കറിയാം ദീർഘകാല പദ്ധതികളും ആസൂത്രണവും ഒക്കെ അനിവാര്യമാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ഈ അതിജീവനവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനുള്ള പദ്ധതികളും അല്ലെങ്കിൽ ആസൂത്രണവും അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളും ഒക്കെ ഇപ്പോഴേ ആരംഭിച്ചു എന്നുള്ളതും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ ഒരു വലിയ ദുരന്ത മുഖത്ത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലും നിങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ടർമാർ തരുന്ന വിവരങ്ങളൊക്കെ പകച്ചു നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ്. കാരണം ഈ ബാക്കിയായവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഒട്ടാകെ, ഒരു നാട് ഒട്ടാകെ ഇറങ്ങുന്നു എന്നുള്ളത്.
അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഒരു തരത്തിലും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ, ആ ഒരു കൃത്യമായ ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതായത് ദുരന്തം ഉണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, ആ കാര്യങ്ങൾ ദുരന്തമുഖത്തെ എങ്ങനെ നേരിടണമെന്ന് അടക്കമും സൈന്യത്തെ ഇറക്കിയുള്ള രക്ഷാപ്രവർത്തനം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ, നമുക്കറിയാം സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ ഇവിടെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം അത്ര ദുരന്തമുഖത്ത് ഒരു വിഭാഗം പ്രവർത്തകരെങ്കിൽ ചിതാഗ്നി എന്ന രീതിയിലേക്ക് ഈ ആളുകളെ ദഹിപ്പിക്കുന്നതിനുള്ള ഒരു നടപടികൾ, ഭൗതിക ദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് മറ്റൊരു വശത്ത്, അങ്ങനെ എല്ലാ മേഖലകളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, അങ്ങനെ കയ്യും മെയ്യും മറന്നുകൊണ്ട് മാനവ സേവ മാധവ സേവ എന്നുള്ള വലിയ ആപ്തവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നു വരികയാണ്. അങ്ങനെ മറ്റ് വിവിധ സന്നദ്ധ സംഘടനകളും ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അതിജീവനം എന്നതാണ് ഇനി ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. അത് എങ്ങനെ സാധ്യമാകും? അതുവരെയും കണക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ പ്രദേശത്ത് എത്ര വീടുകൾ ഉണ്ടായിരുന്നു, ഇവിടെ എത്ര താമസക്കാരുണ്ടായിരുന്നു, അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, ഈ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും കണക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മാത്രമാണ് മുൻഗണന നൽകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തമായി ഇത് മാറുന്നു. അതോടൊപ്പം തന്നെ ഇനിയും കാണാനുള്ളവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ കൂടി, അതിതീവ്രമായ ഒരു ശ്രമങ്ങൾ കൂടി വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി വരികയും ചെയ്യുകയാണ്. എന്തായാലും ആ ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയല്ലാതെ മറ്റൊന്നും വയനാടിന് ചെയ്യാൻ കഴിയില്ല. പക്ഷേ കേരളം ഒന്നാകെ വയനാടിന് ഒപ്പമുണ്ട്. സന്നദ്ധ പ്രവർത്തകർ കൂട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിൽ നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ കൈത്താങ്ങായി ഇവർക്ക് ഒപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല സംസ്ഥാന അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ ഈ ഒരു മണ്ണിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകാതിരിക്കാൻ, ഭക്ഷണത്തിനാകട്ടെ വസ്ത്രത്തിനാകട്ടെ മറ്റ് ആവശ്യങ്ങൾക്കാകട്ടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഇവിടെ നടത്തി വരികയും ചെയ്യുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം അത് മുന്നോട്ട് പോവുക തന്നെയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ദുഷ്കരമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു. എന്തായാലും ബെയിലി പാലം എന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു നാഴികക്കല്ലായി തന്നെ മാറിയിരിക്കുകയാണ്. സൈന്യം ശരവേഗത്തിൽ നിർമ്മിച്ച ഈ ബെയിലി പാലത്തിലൂടെയാണ് ഇന്നെല്ലാം ഈ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്തിച്ചത്. ഇതുവരെയും ശ്രദ്ധ എത്താത്ത പല പ്രദേശങ്ങളും ഇനിയും ഈ മേഖലകളിലൊക്കെ തന്നെയുണ്ട്. അവിടെ കൃത്യമായി വീടുകൾക്ക് മുകളിലേക്ക് അടിഞ്ഞുകൂടിയ മണ്ണടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷാപ്രവർത്തനം തന്നെയാണ്. അത് ജീവന്റെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും തീർച്ചയായും അരുൺ തുടരുക.